ചിറ്റ്കൂറിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ശരിക്കും ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇവരുടെ വീടുകളിലൊന്നും പോയി നമുക്ക് കുക്കിംഗ് എടുക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് എന്തായാലും കിനോറി സ്പെഷ്യൽ ഐറ്റംസ് അറിയണമെന്ന് വളരെ നിർബന്ധം. അപ്പോൾ ഇവിടുത്തെ കിനോറി ലേഡീസ് രണ്ടുപേരും എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് ഇവിടുത്തെ കിച്ചണിൽ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ഐറ്റം കാണിച്ചു തരാൻ പോവാണ്. സ്പെഷ്യൽ കിനോറി ഐറ്റം. ഭാഷയൊന്നും ഒരു പ്രശ്നമേ അല്ല. കാര്യങ്ങളൊക്കെ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ചിരിയിലൂടെയും ആംഗ്യ ഭാഷയിലൂടെയൊക്കെ. ഇവരെല്ലാം ഹിന്ദി പറയുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് ഹിന്ദി കുറച്ചറിയുന്നത്. ഓക്കെ, വെള്ളം തിളപ്പിക്കാനായിട്ട് വെള്ളം തിളയ്ക്കാനിട്ടു. ആ തിളച്ച വെള്ളത്തിലേക്ക് ഇച്ചിരി ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. തിളച്ച് തുടങ്ങിയില്ല, അതിന് മുന്നേ തന്നെ ഇപ്പോൾ ചെറുതായിട്ട് തിള വന്നു തുടങ്ങി. ഗോതമ്പ് മാവിട്ട് ഇളക്കാൻ പോവാണ്. ഇതാ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഗോതമ്പ് മാവിട്ടു. ആൻഡ് ഇസ്കാ നാം ഹെ ബാഡി. ബാഡി എന്ന് പറയുന്ന ഈ ഐറ്റം ഇവരൊരു സ്പെഷ്യാലിറ്റിയാണ്, കിനോറി സ്പെഷ്യൽ. ബാഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത് റാഗി മുട്ടയൊക്കെ പോലെയുള്ള ഒരു ഐറ്റം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോതമ്പ് കുറുക്കിയെടുക്കുന്നു, എന്നിട്ടത് ഉരുട്ടി ഒരു ബോൾ പോലെയാവും. ഇളക്കി അതിൻ്റെ ബാഡി. അപ്പോൾ ഇങ്ങനെ ഇളക്കി ഒരു റൗണ്ട് ഉരുട്ടിയെടുക്കുന്ന പാകത്തിനാകുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിൻ്റെ നടുക്ക് കുറച്ച് ബട്ടർ, ലോക്കൽ ബട്ടർ അത് വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്ത്രീകളെല്ലാം പ്രസവിച്ച് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു 10-15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം പ്രസവരക്ഷയുടെ സമയത്ത് കൊടുക്കുന്ന ഭക്ഷണമാണ്. ആഫ്റ്റർ ഡെലിവറി ഈ ഖത്താ ഹേന. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഡിഷ് ആയതുകൊണ്ടാണ് അങ്ങനെ ഗോതമ്പ് കുറുക്കി ഉരുട്ടിയെടുക്കുന്നത്. അതിൻ്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ലോക്കൽ ബട്ടർ. അപ്പോൾ ഇത് യാക്ക് ബട്ടറാണ്. ഗായ്. ഓക്കെ. പശുവിൻ്റെ വെണ്ണ തന്നെയാണ്. യൂസിനെ പേടിച്ചു, യാക്ക് ബട്ടറാണെന്ന് വിചാരിച്ചു. കൗ. ഓക്കെ, ഫൈൻ. അപ്പോൾ കൗവിൻ്റെ വെണ്ണ എടുത്തത് ഭയങ്കര ഒരു വലിയൊരു പീസ് ഇങ്ങനെ വെച്ചു. ഇനി ഈ വെണ്ണയും ഇതും കൂടി വെച്ചിട്ടാണ് കഴിക്കുന്നത്. ഒരല്പം ടേസ്റ്റ് ചെയ്യാം. കൗവിൻ്റെ വെണ്ണ ആയതുകൊണ്ട് കുഴപ്പമില്ല. അച്ഛാ ഹേ ടേസ്റ്റി. ഗോതമ്പ് ഹൽവയൊക്കെ നമ്മൾ കഴിക്കില്ലേ, ഇത് അതുപോലെയൊക്കെ ഉണ്ട്. മധുരം ഇല്ലാന്നേ ഉള്ളൂ. വെണ്ണ കൂട്ടി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. നമ്മുടെ വീട്ടിൽ എന്തുമാത്രം ഗോതമ്പ് മാവുണ്ടല്ലേ. നമ്മളെപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കണതാണ്, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കാൻ ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ. ഇനി ഉണ്ടാക്കണം തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ആഫ്റ്റർ ഡെലിവറി, പോസ്റ്റ് ഡെലിവറി കഴിക്കേണ്ട ഡിഷ് എന്ന് പറയുമ്പോൾ അത്രയും സോഫ്റ്റാണ്. അപ്പോൾ അത് വയറിന് ആരോഗ്യത്തിന് നല്ല ഗുഡ് ഫോർ ഹെൽത്ത്. ഓക്കെ, ഗുഡ് ഫോർ സ്ത്രീകളുടെ ആരോഗ്യത്തിന് നല്ല. അപ്പോൾ ഈ ബാഡി എന്ന് പറയുന്ന ഈ ഐറ്റം, ഇതിൻ്റെ കൂടെ കറി ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തന്നെ കഴിക്കാം. വെണ്ണ കൂട്ടി ഇങ്ങനെ ഉരുട്ടി കഴിക്കാം. നൈസ്. വിത്തൗട്ട് കറി യു ക്യാൻ ഈറ്റ്. നോ ഖനയ്ക്ക് കറി നൈ ചെയ്യുന്ന. ഓക്കെ, എന്ത് സുഖം. അപ്പോൾ ഇത് ഏത് സമയത്തും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം, വയറ് വിശക്കുന്ന സമയത്തെല്ലാം. നല്ലൊരു കാര്യം. ഓക്കെ, അങ്ങനെ ചിറ്റ്കൂറിൽ വന്ന ആദ്യത്തെ ദിവസമാണ്. ഒരുപാട് യാത്ര ചെയ്തെത്തിയതാണ്. വളരെ അഡ്വഞ്ചറസ് ജേണി ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷം. എത്ര ജേണി ചെയ്താലും കുഴപ്പമില്ലാന്ന് തോന്നി. നല്ല അനുഭവങ്ങൾ. എന്തായാലും ഇപ്പോൾ വളരെ രാത്രിയായി. ഇനി ബാക്കി കാഴ്ചകളൊക്കെ നാളെ. അതുവരെ